എന്താ പറയുന്നത്? പൗത്രപ്പട്ടുപെട്ടി. പൗത്രപ്പട്ടുപെട്ടി. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ആലോചിച്ചത് അപ്പോൾ അതൊരു വെറൈറ്റി സംഭവം. ഇത് ആരും ഇതിനു മുന്നേ ചെയ്തിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഈ കല്യാണത്തിനാണ് അങ്ങനെ ഒരു കാര്യം കണ്ടത്. ഇത് അങ്ങോട്ട് വെച്ചോട്ടെ. വെയിറ്റ് ഉണ്ട്, നല്ല വെയിറ്റ് ഉണ്ടല്ലോ. ഓക്കെ. സോ അപ്പൊ ഞാൻ എംബ്ലോക്ക് ആദ്യമായിട്ട് കാണുന്നത് നമ്മുടെ അഹാനയുടെ മാരേജിനാണ്. ഞാൻ എന്ത് ചെയ്യുന്നത്, പക്ഷെ അഹാനയുടെ മാരേജ് അല്ലല്ലോ, സോറി, ദിയേന്റെ മാരേജിന് അവര് ഫുൾ ഫാമിലി ആയിട്ട് ചെയ്യുന്ന സംഭവം അന്ന് വൈറലായിരുന്നത്. അപ്പൊ അന്നാണ് ഞാൻ നോട്ടീസ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഞാൻ ബ്രോനെ എന്ത് ചെയ്യുന്നത്, കോൺടാക്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഫാമിലിയിൽ ഫുൾ ഇങ്ങനെ ഒരു ഫംഗ്ഷൻ ഉണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞത്. സോ അപ്പം ഞാൻ ഞെട്ടിപ്പോയി കേട്ടോ. കാരണം നമ്മളെ ചൂസ് ചെയ്യാനായിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. താങ്ക് യു. ഇതിൽ ഡിഫറെന്റ് ആയിട്ട് നല്ല ക്വാളിറ്റി ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കാം. അപ്പം എന്തായാലും നമുക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഷോപ്പിൽ തന്നെ പോയി അത് സെലക്ട് ചെയ്യണം. കാരണം അവിടെ നമ്മളിപ്പം ഈ ഫോട്ടോ കാണിക്കുന്ന നമുക്കല്ല, അവിടെ ചെന്നപ്പോഴത്തേക്കാണ് വൈഡ് എമൗണ്ട് ഓഫ് എന്താ പറയുക കളക്ഷൻസ് ഉള്ളതായിട്ട് അറിഞ്ഞത്. അപ്പോൾ പൊടിയായിട്ട് ഡിസ്കസ് ചെയ്തു, നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുക നിങ്ങൾ പ്ലാൻ ചെയ്തു. അങ്ങനെ ഫൈനലി ആ ഒരു ദിവസം എത്തിയിരിക്കുകയാണ്. ബേസിക്കലി ഇപ്പോ ഞാനൊരു ഡിസൈനർ ആയതുകൊണ്ട് തന്നെ എനിക്ക് സാരി നമുക്കിപ്പോൾ റെഡിമെയ്ഡ് സാരീസ് ഇല്ല, അപ്പൊ കസ്റ്റമൈസ് ചെയ്യുന്ന സാരീസ് ഇല്ല, ഹാൻഡ് വർക്ക്ഡ് ആയിട്ടുള്ളതല്ല, കാഞ്ചിപുരം സിൽക്ക് ടൈപ്പ് സാരീസ് ഇല്ല. അപ്പൊ എനിക്ക് എന്റെ വെഡിങ്ങോട് കൂടെ അതൊന്ന് ലോഞ്ച് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ വെഡിങ്ങിൽ ഞാനൊരു പരീക്ഷണം നടത്തണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഓൾറെഡി ഈ ഒരു ഫീൽഡിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള എംലോഫ്റ്റിൽ തന്നെ ഞാനത് സെലക്ട് ചെയ്തു. പിന്നെ അപ്പൊ എനിക്ക് സാരി എംലോഫ്റ്റിൽ എടുത്തു, നമ്മുടെ അവിടെ ഹാൻഡ് വർക്ക് ചെയ്തു, നമ്മൾ രണ്ടുപേരും കൂടെ അത്. അല്ല, ഞാൻ ശരിക്കും പറഞ്ഞ നമ്മുടെ രണ്ട് ലുക്കും എൻറ്റയർലി ഡിഫറെന്റ് ആകാനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രണ്ടുപേരുടെയും. എന്റെ മാത്രം പാർട്ടല്ല, ഞാൻ കണ്ടിരുന്നു ആ വർക്ക്. എനിവേ നമുക്ക് രണ്ടുപേർക്കും നന്നായിട്ട് തന്നെ പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ഞാൻ സമ്മതിക്കേണ്ടത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് എന്ന് വെച്ചാൽ ഒട്ടും ഒരു പ്രശ്നമേ ഇല്ലാതെ എന്റെ സജഷനും കൂടെ, നമ്മളൊരു ഡിസൈനർ ആയിട്ട് പോലും സാധാരണ എല്ലാവരും വളരെ പെർട്ടിക്കുലർ ആയിരിക്കും, ഇന്ന കളർ ഇങ്ങനെ ഇന്നത്. പക്ഷെ വളരെ വളരെ ഫ്രീ ആയിട്ട് എന്നെയും കൂടെ അതിന് എന്ന് വെച്ചാൽ ചേട്ടാ ഇങ്ങനെയും കൂടെ നല്ലതായിരിക്കും എന്ന് ചോദിക്കാനായിട്ട് ഉള്ള ഒരു സംഭവം ഉണ്ടല്ലോ. താങ്ക് യു സോ മച്ച്. എന്റെ കഴിവിന്റെ പരമാവധി ഏറ്റവും ബെസ്റ്റ് തന്നെ. എനിക്ക് രണ്ട് സാരി ചേഞ്ചസ് ആണുള്ളത്. ഒന്ന് റെഡ് കളർ, അത് നോർമലി എല്ലാരും അപ്പൊ നമുക്ക് രണ്ടുപേർക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു. രണ്ടുപേരും സെയിം ഫീൽഡ് ആണെങ്കിൽ പോലും അങ്ങനെ ഒരു ഈഗോ ക്ലാഷോ അല്ലെങ്കിൽ ഒരു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഉണ്ടായിരുന്നില്ല. എനിക്ക് ചേട്ടന്റെ സൈഡിൽ നിന്ന് ഏറ്റവും ബെസ്റ്റ് സാരീസ് തന്നെ കിട്ടി. നമ്മുടെ അവിടുന്ന് അത്രയും ബെസ്റ്റ് ആയിട്ടുള്ള ഷോർട്ട് ടൈമിലാണെങ്കിൽ പോലും നമ്മൾ അത്രയും ബെസ്റ്റ് ആയിട്ട് തന്നെ അതിൽ ഹാൻഡ് വർക്കും ആഡ് ചെയ്തു. രണ്ടും കൂടെ വന്നപ്പോ ഞാൻ പേഴ്സണലി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. മാത്രമല്ല എന്റെ അമ്മേരെ അനിയത്തിയും കംപ്ലീറ്റ് സാരി, കല്യാണത്തിനുള്ള കംപ്ലീറ്റ് സാരി 18 സാരിയും അവിടെ നിന്നാണ് എടുത്തത്. ഞാനൊക്കെ അപ്പോഴാണ് ആലോചിക്കുന്നത് ഇത്രയും നമുക്ക് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത്. എന്റെ അമ്മയുടെയും സിസ്റ്ററിന്റെയും രണ്ട് സാരി 18 സാരി അവിടെ നിന്നാണ്. അതെ അതെ. അപ്പം എനിക്ക് തോന്നുന്നു കംപ്ലീറ്റ് ഫാമിലി പാക്കേജ് ആയിട്ട് എല്ലാം ഉണ്ട് എല്ലാവരും. അപ്പം ഐ എം സോ ഹാപ്പി ആൻഡ് താങ്ക് യു സോ മച്ച്. ഞാനിങ്ങനെ വീഡിയോ അവരിങ്ങനെ കൊണ്ടുപോകുമ്പോൾ കണ്ടിട്ടുണ്ട്, ഇങ്ങനെ നമ്മുടെ ഈ പലകയിൽ ഇതിനെന്താ പറയുന്നത്, പൗത്രപ്പട്ടുപെട്ടി. പൗത്രപ്പട്ടുപെട്ടി. ഇത് കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ആലോചിച്ചത് അപ്പോൾ അതൊരു വെറൈറ്റി സംഭവം. ഇത് ആരും ഇതിനു മുന്നേ ചെയ്തിട്ടില്ല അല്ലേ? അങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. അത് ഈ കല്യാണത്തിനാണ് അങ്ങനെ ഒരു കാര്യം കണ്ടത്. പിന്നെ ചേട്ടനാണെങ്കിലും ഷോർട്ട് ടൈമിലാണ് സാരി പോയി സെലക്ട് ചെയ്തത്. കാരണം സെലക്ട് ചെയ്തതല്ല, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇത് നേരത്തെ ആദ്യം പറഞ്ഞ ഓർക്കുന്നുണ്ടോ, അവരുടെ കല്യാണത്തിന്റെ ആ സമയത്തിന്റെ കഴിഞ്ഞ ഉടനെ നമ്മൾ ഇതിനെപ്പറ്റി ഡിസ്കഷൻ തുടങ്ങി. അപ്പം പേസ്റ്ററിന്റെ എന്നൊക്കെ വെറൈറ്റി നോക്കി വന്നപ്പോഴത്തേന് നമുക്ക് അതിനകത്ത് എന്നാ വെറൈറ്റി നോക്കി അതിനകത്തെ എവിടെയും കാണാത്തൊരു യുണീക് സംഭവം വേണമെന്നുണ്ടായിരുന്നു. സെക്കൻഡ് ചേഞ്ച് അത് ഞാൻ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയി. ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു കളർ കോമ്പിനേഷന്റെ ചേട്ടനത് എനിക്ക് ഇതുവരെ അങ്ങനെ ഞാൻ അധികം കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ വരുമ്പോഴാണ് ഞാൻ അറിയുന്നത് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ സുഹൃത്തുക്കൾ എല്ലാവരും ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം. എന്റെ അടുത്ത് വീഡിയോ എന്ന് പറഞ്ഞപ്പോ ഞാൻ വിചാരിച്ചു ഇവരൊരു ക്യാമറമാനുമായിട്ട് വരുന്നതാണ് വിചാരിച്ചത്. പക്ഷെ എന്താ പറയാ, നിങ്ങൾ എല്ലാവരും വന്നു. അപ്പൊ എനിക്ക് ഈ ഒരു അവസരത്തിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കല്യാണം താലികെട്ട് ഗുരുവായൂർ വെച്ചിട്ട് 16-ാം തീയതി അന്ന് രാവിലെ 6 മണി തൊട്ട് 7 മണിക്ക് ഇടയ്ക്കാണ്. സോ അപ്പം എല്ലാവരുടെയും പ്രാർത്ഥന അനുഗ്രഹം വേണമെന്നുണ്ട്. പിന്നെ അമ്പലമാണ്. പിന്നെ ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഫംഗ്ഷൻസും പ്രൈവറ്റ് ആയിട്ടാണ് നടത്തുന്നത്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഫാമിലിയുടെ ഡിസിഷൻ അങ്ങനെയാണ്. അപ്പം
ഇനിയുള്ള ഫംഗ്ഷൻസിനാണെങ്കിലും നമുക്ക് ഈ പറഞ്ഞ എന്താ പറയാ നമുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അവിടെ കൺവീനിയന്റ് ആയിട്ട് കംഫർട്ടബിൾ ആയിട്ട് നിൽക്കാനുള്ള സ്പേസ് നമ്മൾ ബൈറ്റ് തരാനുള്ള സ്പേസ് എല്ലാം നമ്മൾ ഇവന്റിന്റെ അടുത്ത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരതെല്ലാം ഹാൻഡിൽ ചെയ്തോളും. നിങ്ങൾ വരിക, അവിടെ നിന്ന് നമ്മൾ ബൈറ്റിലെല്ലാം നേരം നിങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പോവുക. രണ്ടാമത്തെ കാര്യം, അകത്തേക്കുള്ളതിൽ കോപ്പറേറ്റ് ഉണ്ട്. അത് ഞാൻ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളത് അവസാനം വീഡിയോ എടുത്തിട്ട് പിന്നെ അവർ കോപ്പറേറ്റ് വന്നു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ ആവും. അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കുക. റിസപ്ഷനും സെയിം പോലെ തന്നെയാണ്. നിങ്ങൾക്ക് ഇല്ല, ടെമ്പിളിലൊന്നും അവിടെ ഇല്ല. അത് നമ്മളെ പബ്ലിക് സ്പേസ് അല്ലേ. ഇതിന്റെ അകത്ത് മാത്രം എന്ത് ചെയ്തു, നമ്മൾ ഓൾറെഡി കോൺട്രാക്ട് എന്ത് ചെയ്തു പോയി, നമ്മൾ അവർക്ക് കൊടുത്തു പോയി. മനസ്സിലായില്ല. അപ്പൊ പിന്നെ അത് നിങ്ങളിത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവസാനം അത് ഞാൻ ചെയ്യുന്നൊരു തെറ്റാ. മനസ്സിലായില്ല. അപ്പൊ അതുകൊണ്ട് അത് പറഞ്ഞതാണ്. പിന്നെ എന്താ പറയാ, അപ്പൊ എന്തായാലും വന്നതിൽ കണ്ടതിൽ ഒരുപാട് സന്തോഷം. അപ്പം എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥന അനുഗ്രഹം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്നു. നമ്മൾ ചെറിയ ചെറിയ ഫങ്ഷൻസ് ആണ്. പിന്നെ നമ്മൾ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രമേ നമ്മളെ കൂടെ നമ്മള് ഉള്ളൂ. അപ്പം അത് തന്നെയാണ്. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.